എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വിഷുക്കാലം, ഒപ്പം ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ. അപ്പോൾ ഇത് വിഷു സ്പെഷ്യൽ വീഡിയോ ഒന്നും അല്ല, ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചു പോയി കേട്ടോ. എൻ്റെ കുടുംബ വീടും പരിസരവും, അവിടുത്തെ മെയിൻ്റനൻസും, പിന്നെ അവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളുടെ പഴയ സാധനങ്ങൾ പുതുക്കി വയ്ക്കുന്നതിൻ്റേതായ ഒരു വീഡിയോയുമാണ്. ഇതെൻ്റെ അച്ഛനും അമ്മയും കൂടെ അണ്ണനും, ഇവർ മൂന്നാളും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ എൻ്റെ കുടുംബ വീട്ടിലോട്ട് വന്നിരിക്കുവാണ്. ഇവിടെ മെയിൻ്റനൻസ് നടക്കുന്നു. എൻ്റെ പഴയകാല ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കിക്കൊണ്ട് കണ്ടോ, ഞാൻ കാണിക്കാം വീടിൻ്റെ മുഴുവനായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയാണ്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇതിലെ ഫസ്റ്റ് വീട് ഞങ്ങളുടെ അച്ഛൻ്റേതാണ്. ഞാൻ ജനിച്ച് വളർന്ന വീടാണ്. ഇപ്പോൾ എൻ്റെ ബ്രദറുണ്ട് അവിടെ. ഒരു 1, 2 ഈ യെല്ലോ കളർ വീടിൻ്റെ അപ്പുറത്തുള്ളതാണ് എൻ്റെ ബ്രദറിൻ്റെ വീട്. നേരെയുള്ളത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വീട് ഒക്കെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഇത് ഈ കണ്ടോ, മതിലിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ഇത് നമ്മുടെ മീൻകാരികൾക്കും മലക്കറിക്കാരികൾക്കും വരാനുള്ള ഗേറ്റായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്തു. അപ്പോൾ അതാ മേസ്തിരിമാർക്ക് നിന്ന് പണിയെടുക്കുകയാണ്. ഇത് ഞങ്ങളുടെ കിച്ചൻ്റെ ഡോറാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പടപടാന്ന് ഓടിക്കളിച്ച സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ കണ്ടില്ലേ, എങ്ങനെ 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 ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നു. ആദ്യം വീട്ടിന് ചുറ്റും ഒന്ന് കാണാം. നമുക്ക് വീട്ടിന് ചുറ്റിനും ഒന്ന് കാണാം. നടന്ന് കണ്ടോ, ഇവരെല്ലാവരും നമ്മുടെ അമ്മയുടെ നാട്ടുകാരാണ്. അപ്പോൾ ഇവരെല്ലാവരും നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടെ വീടൊക്കെ വൃത്തിയാക്കി ഇതാണ്ട് പെയിൻ്റൊക്കെ അടിച്ചു തന്ന നല്ല സഹോദരി. കൈ കാണിക്കട്ടെ. ഹായ് ഹായ് ഹായ്. ആ കണ്ട, ഹായ് ഗെയ്സ്, കണ്ട ഇത് ഇവരെല്ലാവരും. ഇനി ഒരാളൂടെ ഉണ്ടല്ലേ അപ്പൊ കണ്ട, ഇവരെല്ലാവരും നമ്മളെ അമ്മയുടെ നാട്ടുകാരാണ്. അമരവിള, നടൂർ കൊല്ലയിൽ അവിടെ ആ ഭാഗത്തുള്ളവരാണ്. നല്ല സഹോദരങ്ങളാണ്. എല്ലാവരും ഭംഗിയായിട്ട് ഒരാഴ്ച കൊണ്ട് എൻ്റെ വീട് ഭംഗിയാക്കി തന്നു. ഞാനിപ്പോൾ കയറി വരുമ്പോഴേ പറയുന്നുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛന് ഭയങ്കര സന്തോഷമാവുമായിരുന്നു. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോവാം. കണ്ടില്ലേ, ഇവിടെയൊക്കെ കുറേ കാന്താരി മുളകുണ്ട്. അതൊക്കെ പറിച്ചുകൊണ്ട് ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് അവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇങ്ങനെ പോകുന്നു. ഇത് ഞങ്ങളുടെ പഴയ തൊഴുത്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ കണ്ടില്ലേ, ഇവരുടെ പെയിൻറ്റിൻ്റെ സാധനങ്ങളും എല്ലാം ഇട്ടിരിക്കാൻ ഇപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കും. അപ്പോൾ ഇത് പഴയ ഞങ്ങളുടെ ഡ്രെയിനേജ് പൈപ്പായിരുന്നു ഇട്ടിരുന്നത്. പണ്ട് ഞങ്ങളെല്ലാം കുഞ്ഞിൽ ഡ്രെയിനേജ് ഇല്ലായിരുന്നു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൻ്റെ ആയിരുന്നു. വെളിയിലുള്ള ബാത്റൂമാണിത് ഞങ്ങളുടെ. ആ സമയത്ത് വെളിയിലെ ബാത്റൂമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം മാറ്റിയിട്ടിപ്പോൾ പൈപ്പൊക്കെ മാറ്റി ഇപ്പോൾ ഇവിടെ എല്ലാം പൊളിച്ചിട്ട് നമ്മൾ ഇപ്പോഴത്തെ PVC പൈപ്പ് പോലെയുള്ളതൊക്കെ ഇട്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഴിച്ചപ്പോൾ ഉള്ള മണ്ണ് വാരി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങളുടെ ആൽത്തറയാണ്. ഞങ്ങളുടെ കുടുംബ ക്ഷേത്രം, അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ ഒരു ആൽത്തറയുണ്ട് ഇവിടെ കുറച്ച് സ്ഥലവും അപ്പൂപ്പനെ പ്രാർത്ഥിക്കാനൊക്കെയുള്ളൊരു സൗകര്യമുണ്ട്. കണ്ടോ, ഇവിടെ ഒരു
പ്ലാവിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ പിന്നെ അതിന് പിന്നെ ഒരിക്കലും ഞാൻ കാണിക്കാം. ഇതാ കണ്ടോ, ഒരു ഷീറ്റൊക്കെ ഇട്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കുറച്ച് സ്ഥലവും പ്രയർ ചെയ്യാനും നമുക്ക് എല്ലാ സൗകര്യവും ഞാൻ കാണിക്കാം. കണ്ടോ, ആൽത്തറയും ഒരു ചെറിയ ടെമ്പിൾ പോലെ തന്നെ, ക്ഷേത്രം തന്നെ എല്ലാം ഉണ്ട്. ഇത് എൻ്റെ ബ്രദറിൻ്റെ സ്ഥലമാണ്. ഇതാണ് ഞങ്ങളുടെ ആൽത്തറയുടെ സ്ഥലം. ഞങ്ങൾക്കും നെടുങ്ങാട് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന വഴിയാണ്. അപ്പോൾ ഇത് വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ ആ മുടിക്കിൽ കൂടെ വരുമ്പോൾ കാണുന്നതാണ് വീട്ടിൻ്റെ ബാക്ക് സൈഡാണ് എൻ്റെ. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒന്ന് താമസിക്കാൻ തോന്നണം. പക്ഷേ താമസിക്കുമ്പോൾ സന്ധ്യ ആവാറാകുമ്പോഴത്തേക്കും വിഷമം തോന്നും. അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒന്നുമില്ലാതിരിക്കുന്നത് കൊണ്ടും. ഇതായിരുന്നല്ലോ നമ്മുടെ ലോകം. ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നമുക്കെപ്പോഴും ഒഴിയാണ്ട് 2 പശുക്കളുണ്ടാകുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ പാലൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതിനൊക്കെ ചെടി നടാനുള്ള സ്ഥലമാണ് ഇത്. ഞങ്ങളുടെ അടിച്ച് നനയ്ക്കാനുള്ള കല്ലായിരുന്നു പണ്ടൊക്കെ. ഉണ്ടോ? അപ്പോൾ വീട്ടിൻ്റെ അടുക്കളയുടെ സൈഡിൽ കൂടെ വന്ന് നമ്മൾ ബാക്കിലേക്ക് പോയി ആ സൈഡിലെല്ലാം ആൽത്തറയൊക്കെ കണ്ടു. എന്നിട്ട് അവിടുന്ന് ഇതാ ഇത് പൂജാമുറിയാണ്. നമ്മുടെ ഒരു സൈഡിൽ കൂടെ വന്നു. ഇനിയിപ്പോൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാം ചെടി നടാൻ പറ്റുന്ന സ്ഥലമാണ്. ഇപ്പോൾ വാടകയ്ക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ചെടി ഒന്നും നടുവിലോ ഒന്നും അറിയാൻ വയ്യ. നേരത്തെ ഉള്ളവർ നട്ടിരുന്നു, പക്ഷേങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ നീറ്റല്ലായിരുന്നു. അപ്പം ഇത് അമ്മയുടെ പത്തായം പൊളിച്ചുണ്ടാക്കിയാണെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ സൈൻ ബോർഡ് ഭയങ്കര വെയിറ്റായത്. അപ്പോൾ മനുഷ്യന് ഒരു സൈഡ് പൊക്കാൻ പോലും പറ്റത്തില്ല. മുമ്പേ പൂജാമുറിയെല്ലാം കഴുകി ഇറക്കി നുടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അനക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, മണക്കാട് കൊണ്ടുപോകാൻ വേണ്ടി പെയിൻറ്റ് ചെയ്തൊക്കെ ഇട്ടിരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു റൗണ്ട് കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇനി വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത്. ഇതെന്താന്ന് വെച്ചാൽ ഇത് അച്ഛൻ്റെ അലമാര. ഇതെൻ്റെ അച്ഛൻ്റെ അലമാരയാണ്. നേരെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. നേരത്തെ ഒരു വീഡിയോ എടുത്ത് വയ്ക്കണമായിരുന്നു. ഇത് എൻ്റെ അച്ഛൻ്റെ അലമാര. ഇതിനകത്താണ് ഈ ഡ്രസ്സെല്ലാം വെച്ചിരുന്നത്. ഡ്രസ്സൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഗ്രേറ്റ്. ഷോളാണത്. ഇത് കണ്ടാൽ ശരിക്കും ഇത് കണ്ടോ ഡ്രസ്സ്. ഞാൻ ഗ്രേറ്റ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഷർട്ടും അച്ഛൻ്റെ ഡ്രസ്സും അല്ല, അച്ഛനാവുന്നത് വരെ അച്ഛൻ തനിയെ മാത്രമേ ഹാൻഡ് വാഷ് ചെയ്യുള്ളൂ. പിന്നെ തീരെ മുഷിഞ്ഞ മീൻസ് അച്ഛൻ്റെ ഡ്രസ്സുകളൊന്നും മുഷിയാറില്ല. എന്നാലും ഈ തോർത്ത് പോലെയുള്ള സംഭവങ്ങൾ മാത്രം അച്ഛൻ അലക്കാൻ കൊടുക്കുമായിരുന്നു. അപ്പം ഇതെല്ലാം അച്ഛൻ്റെ നല്ല ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പഴയതിരുന്നിട്ട് കണ്ടില്ലേ, ആ ഇരിപ്പിനിരുന്നിട്ട് വേറെ കളറ് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് നമ്മളെ ഏതോ കൊച്ചുമക്കളുടെ ചോറൂണിനോ അല്ലെങ്കിൽ എഴുത്തിനിരുത്തിനോ കൊണ്ടുപോയ നേരിയതാണ് അച്ഛൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ വസ്തുക്കളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു അച്ഛൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഞാനൊന്നും ഇത്ര കാര്യങ്ങളായിട്ട് എന്താണെന്ന് വെച്ചാൽ അയൺ ചെയ്യാത്ത ഒരു ലേഡിയാണ് ഞാൻ. ഒരു സാധനങ്ങളും ഒരു ഡ്രസ്സും പിന്നെ അയൺ ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത തന്നെയെന്ന് വെച്ചോളൂ. അത് ഷോളാണ്, കണ്ടോ ഷോളൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, അത് മടക്കി വെച്ചിരിക്കുന്നതെല്ലാം അതുപോലെ ഇരിക്കും എന്നുള്ളതാണ്. എല്ലാം അച്ഛൻ തനിയെ നനച്ച് അയൺ ചെയ്ത് എടുക്കുന്ന ഒരാളാണ്. അയൺ ചെയ്യാൻ പിന്നെ തന്നെയാണ് അച്ഛൻ ചെയ്യുമായിരുന്നു. ആദ്യകാലത്തൊക്കെ അത് അച്ഛൻ അവിടെ ഒരു അലക്ക് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു ശിവൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പറഞ്ഞാൽ ഒത്തിരി ചരിത്രം പറയാനുണ്ടെന്ന് പറയാൻ പറ്റും. അച്ഛന്
ചെറുതിലെ മുതലേ ഉള്ള ആൾക്കാരാണ് അവരെല്ലാവരും. അച്ഛൻ്റെ വീടാണല്ലോ ഇവിടെ. അച്ഛൻ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് എന്താണ് ചോറ് കെട്ടി അപ്പച്ചി കൊടുക്കുമ്പോൾ, അച്ഛൻ്റെ അമ്മ കൊടുക്കുമ്പോൾ അത് കൊണ്ടുപോയി ഊണ് കഴിക്കുന്നതെല്ലാം ആ കടയിലുള്ള ആൾക്കാരാണ്. ഈ അലക്ക് കമ്പനിയും ഒരു തയ്യൽക്കാരനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ തയ്യൽക്കാരന് അവിയലെന്നാണ് പേരിട്ട് പറയുന്നത്. കാരണം അച്ഛൻ്റെ അവിയൽ കഴിച്ചിട്ടാണോ എനിക്കറിയത്തില്ല, അങ്ങനെ പറയുന്ന കേൾക്കാം. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പച്ചിയുടെ അവിയലെന്നൊക്കെ പറയും. അങ്ങനെ അയാളും ശിവൻ എന്ന് പറഞ്ഞ ഒരു അലക്ക് കമ്പനിക്കാരൻ തേച്ചൊക്കെ കൊടുക്കുന്ന ആളാണ്. അവരൊക്കെ ആയിരുന്നു. അവരെല്ലാമാണ് അച്ഛൻ്റെ ചോറുണ്ടിരുന്നതെന്ന് പറയുന്ന കേൾക്കാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് സ്റ്റോറീസാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇതിനെയൊക്കെയാണ് ഞാനിപ്പോൾ പുതുക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അച്ഛൻ്റെ കുറേ നല്ല ഡ്രസ്സസ് എല്ലാം എടുത്ത് മാറ്റി നമ്മൾ അവിടെ നിന്ന ആൾക്കാരും കൊണ്ടുപോയി, പിന്നെ അല്ലാണ്ട് നമ്മൾ പിന്നെ പാവപ്പെട്ട ആൾക്കാർക്കും കൊടുത്തു. ബാക്കിയുള്ളതെല്ലാം ഞാൻ അവിടെ തീയിട്ട് ഇതാക്കി ചമ്പലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വസ്തുക്കൾ മാത്രമേ എടുത്തുള്ളൂ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ട്രയലായിട്ട് ഞാൻ നോക്കിയതാണ്. അതുകൊണ്ട് അരിയിൽ അടച്ചിരിക്കുന്ന അമ്മയുടെ പ്ലേറ്റ്, അരിയിൽ അടയ്ക്കുന്ന പ്ലേറ്റാണ്, അടച്ചിരുന്ന പ്ലേറ്റാണത്. അതിനെ ഞാനിപ്പോൾ നന്നാക്കി. ഇതും വലിയ പാത്രത്തിൽ അണ്ടാവിൽ അരിയിട്ട് വയ്ക്കുമ്പോൾ, നെല്ലൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ അടയ്ക്കുന്നതാണ്. അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വിളക്കുകളൊക്കെ ഞാൻ ആദ്യം ഒന്ന് ഇതാക്കി. പിന്നെ ഇതും ഇവിടെ ഇരിപ്പുണ്ട്, ഇഡ്ഡലി കുട്ടും. ഇതെല്ലാം അമ്മ അകത്ത് ഈയമൊക്കെ പൂശിയൊക്കെ വെച്ചിരുന്നതാണ്. ഇതൊക്കെ ആർക്കൊക്കെ കഴുകാൻ പറ്റുക? അതുകൊണ്ട് എനിക്കൊന്നും പറ്റത്തില്ല ഇങ്ങനെ ഇതൊന്നും ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി കൈയിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതാണ് നഖം മുതൽ ഇങ്ങോട്ട് എല്ലാത്തിനും. അങ്ങനെ ഇതെല്ലാം അടുക്ക് പാത്രങ്ങളാണ്. ഇതെല്ലാം അതാത് സമയത്ത് ഇവർ ഈയം പൂശിയൊക്കെ വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വെറുതെ എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഉരുളി പാത്രങ്ങൾ ഇത് ഞാൻ എൻ്റെ ബ്രദേഴ്സിന് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഞാൻ പറഞ്ഞു, ഇഷ്ടമുള്ളത് വന്ന് നോക്കിയെടുക്കാം. പിന്നെ അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതാണ് ഇത് എടുത്ത് കഴുകാനും കൈകാര്യം ചെയ്യാനും ഒക്കെ ഭയങ്കര പാട്. അപ്പോൾ അതാ കാര്യം. അച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം അടുക്കും ചിട്ടയോടുകൂടി വയ്ക്കുന്ന ഒരു മനുഷ്യനാണ് അച്ഛൻ. ഓരോന്നും ഓരോരോ ഫയൽസിലായിട്ട് വയ്ക്കും. പിന്നെ അത് അച്ഛൻ എവിടെയെങ്കിലും ഒരു വയ്യായ്മ വന്ന് കിടക്കുകയാണെങ്കിൽ പോലും ഇന്ന സ്ഥലത്ത് ഇന്ന ഫയലിൽ ഇത്രാമത്തെ ഇതിൽ കാണുമെന്ന് പറയാം. ഇലക്ട്രിസിറ്റി, വാട്ടർ, അതല്ലാണ്ട് ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുന്ന ബില്ലാവട്ടെ, ഇതെല്ലാം അടുക്കി വയ്ക്കുന്ന ഒരാളാണ് അച്ഛൻ. ഇത് അമ്മയുടെ പഴയകാല ഒരു കട്ടിലായിരുന്നു. അതും ഞാനിവിടെ മണക്കാട് കൊണ്ടുവന്നു. അതും എല്ലാവർക്കും ബ്രദേഴ്സിനൊക്കെ വേണമെന്ന് ചോദിച്ചു. ആർക്കാണെങ്കിൽ എന്താണെങ്കിൽ എടുക്കാം, എന്നിട്ട് ബാക്കി ഇങ്ങോട്ട് എടുക്കാമെന്ന് കരുതി. അപ്പോൾ അവരുടെ വീട്ടിലെല്ലാം എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. കുറച്ച് കൊണ്ടുവരാൻ പറ്റാത്തത് അവിടെ ഇട്ടു. ഇവിടെയും സ്ഥലം കുറവാണ് മണക്കാട്. ഇത് മുല്ല, ഇത് നമ്മൾ കൊണ്ടുവച്ച മുല്ലയാണ്. അപ്പോൾ ഇതിന് പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് അവിടെ താമസിച്ചാൽ മതി എന്നൊരാഗ്രഹം വന്നു പോയത്. ഇവിടെയൊക്കെ ചെടികളൊക്കെ നടാമല്ലോ, പഴയതുപോലെ ഒരു ജീവിതം. പക്ഷേ അത് സന്ധ്യയാകുമ്പോഴത്തേക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോഴോ അച്ഛനെയും അമ്മയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരും. അതാണ് പരിവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ നമ്മളെ ഓർമ്മകളും നമ്മുടെ ആക്ടിവിറ്റീസും എല്ലാം മാറ്റം വരുമ്പോൾ ചിന്തിക്കാൻ സമയം കാണത്തില്ല. അങ്ങനത്തെ ഒരു ലോകത്തൂടെയാണ്, മായ തന്നെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. മായ എന്ന് പറയുന്നതിൽ. അപ്പോൾ ആ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ശ്വാസം നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. തൊഴുത്തെല്ലാം വൃത്തിയാക്കി. ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് ടു വീലറൊക്കെ ഉണ്ടെന്ന് അല്ലെങ്കിൽ വയ്ക്കാൻ പറ്റും. ഈ മുല്ലയുടെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞങ്ങളുടെ കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്ന മുല്ലയാണ്. ഇത് 30 വർഷത്തിന് ശേഷമാണ് പൂവിടുന്നത് കേട്ടോ. 30 വർഷത്തിന് ശേഷം പറഞ്ഞാൽ ആർക്കും വിശ്വാസമേ വരില്ല. ഇവിടെ നല്ല വെയിലുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പോഴാണ് അവിടെ ഒരു വാഴയൊക്കെ നിൽക്കുന്നത്. ഇപ്പോഴല്ല, ഈ 4-5 വർഷത്തിന് ശേഷമാണ് വാഴയൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളവിടെ താമസിക്കുന്ന സമയത്ത് ഇത് അച്ഛൻ്റെ ഒരു സഹോദരിയുടെ മകള്
കയ്യിൽ നിന്നും കൊണ്ടുവന്ന് ഞാൻ നട്ടതാണ്. തങ്കേക്കൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് മുല്ല കേട്ടോ. 30 വർഷമായി. അപ്പോഴൊക്കെ ഞാൻ നല്ലോണം ഇത് ചാണകപ്പൊടിയൊക്കെ വെച്ച് കൊടുത്തിട്ടൊന്നും പൂത്തിട്ടില്ല. ഇപ്പോഴാണ് അതിന് മൊട്ട് വന്ന് ഞാൻ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴെല്ലാം ഞാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൻ്റെ ഒരു പ്രദക്ഷിണം കഴിഞ്ഞു. ഞാൻ വന്നു. ഇപ്പം എല്ലാം കണ്ടിരിക്കുമല്ലോ. ഫസ്റ്റ് മുതൽ വീട്ടിൻ്റെ ചുറ്റുപാടെല്ലാം നിങ്ങൾ കണ്ടിരിക്കും. പിന്നെ ഇപ്പം മെയിൻ്റനൻസ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ക്ലീനും കൂടെ ആക്കിയിട്ടുണ്ട് ഏകദേശം. ഇനി സാധനങ്ങളെല്ലാം കുറേയധികം ഉണ്ട്, അതൊക്കെ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് നമ്മളെ ഫ്രണ്ടിൽ വന്ന് കയറിയ ഉള്ള റൂമാണ്. ശരിക്കും ഇവിടെ നമ്മൾ മണക്കാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു തണുപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇത് പൂജാ റൂമാണ് കേട്ടോ. നമ്മുടെ ഉണ്ടായിരുന്നു. ഈ ഡൈനിങ് ടേബിൾ മാറ്റാൻ പറ്റത്തില്ല. വലിയൊരു ഡൈനിങ് ടേബിളാണ്. ഇടയ്ക്ക് ഞങ്ങളത് മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അത് മാറ്റിയിട്ടില്ല. ഇത് ഞങ്ങളുടെ അമ്മയും കുഴവിയും അതൊന്നും മാറ്റിയിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. അങ്ങനെ ഇത് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാൻ പറ്റുന്ന ഒരു ഷെൽഫാണ്. അങ്ങനെ ഇതൊക്കെയാണ്. അടുക്കളയുടെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ കണ്ടോ, കുഞ്ചുവീട്ടിൻ്റെ അങ്ങോട്ടേക്ക് അവിടെയുള്ള എൻ്റെ കസിനെയൊക്കെ വിളിക്കാൻ പറ്റും. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും മുകളിലോ താഴെയോ ആരെങ്കിലും ഒക്കെ ഇതായി മുടുക്ക് വഴിയിട്ട് പോകുന്നതും വരുന്നതുമൊക്കെ. ഞാൻ നേരത്തെ വന്ന് കയറിയ ആ മുടുക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയില്ലേ വീട്ടിലേക്ക്. ഇനി വരുന്നത് നമ്മുടെ ബുക്ക് സെക്ഷനാണ്. ആ സൂട്ട് കേസിനകത്ത്, അണ്ണൻ്റെ സൂട്ട് കേസാണ്, അതിനകത്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ഭാഗവതത്തിൻ്റെ ഒരു സെറ്റാണ്. ഇതെല്ലാം കുറച്ച് മാത്രം എടുത്തു. ചെറുകഥയും ചങ്ങമ്പുഴയുടെയും ഒക്കെ ആയിട്ട് കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊണ്ടുവന്നാലും എനിക്കങ്ങനെ എന്തോ ഇപ്പോൾ എനിക്കങ്ങനെ പഴയതെല്ലാം ഇങ്ങനെ കൊണ്ടുവച്ച് ഓർമ്മകളൊന്നും പുതുക്കാനൊന്നും ഇഷ്ടമല്ല. ഇത് അച്ഛൻ വാങ്ങിച്ചിരുന്ന ഒരു പടമാണിത്. ഉടുപ്പിയിൽ നിന്നും ഞങ്ങൾ ഒരിക്കൽ പോയിട്ട് വരുമ്പോൾ ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് അച്ഛൻ വാങ്ങിച്ചിരുന്ന ഇതാണ്. പട്ടാഭിഷേകത്തിൻ്റെയും ശ്രീ പരമേശ്വരൻ്റെയും പാർവതി ദേവിയുടെയും മഹാലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ഗണപതിയുടെയും ഒക്കെയുള്ളൊരു പടം. അപ്പോൾ അതും ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓർമ്മകൾ. ഇപ്പോൾ എനിക്ക് വയ്യ അത് സൂക്ഷിക്കാനും അത് ഓർക്കാനും ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാലും എന്ത് ചെയ്യാൻ പറ്റും, ജനിച്ചു പോയില്ലേ. അപ്പോൾ അതാണ്. കുറച്ച് ബുക്സ് മാത്രം എടുത്ത് ഇതെല്ലാം കൂടെ ഒരു ഷെൽഫിലാക്കി മോളിൽ കൊണ്ടുവച്ചിരിക്കുന്നു. ഇതാര് വായിക്കാനാണ്? എൻ്റെ മകനാണെങ്കിൽ മലയാളം അറിഞ്ഞുകൂടാ. അപ്പം ഇനിയുള്ള കാലത്തെല്ലാം ഇങ്ങനെയൊക്കെയാണ്. ശരിക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. വെച്ചിട്ടും കാര്യമൊന്നുമില്ല, വെറുതെ ഒരു മനസ്താപം തന്നെയാണ്. അപ്പോൾ അതാണ്. എന്താണോ ഉള്ളത് അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിൽ സന്തോഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം ഞാൻ പഠിച്ചതാണ്. എൻ്റെ ശരിയുടെ ഇതെല്ലാം ലിറ്ററേച്ചറിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചതാണ്. അപ്പോൾ അതിൽ കുറച്ച് ബുക്സ് മാത്രം എടുത്ത് ഇവിടെ കൊണ്ടുവന്നു എന്ന് തന്നെ ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അതാണ് കാര്യം. ഇതിനകത്ത് ഭാഗവതത്തിൻ്റെ ഇതാണ്, സ്കന്ധങ്ങളാണ്, ബുക്കുകളാണ്. 10 12 ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ ഇത് ഞാനിവിടെ കൊണ്ടുവന്നു, മണക്കാട് കൊണ്ടുവന്നു. എനിക്കുണ്ട് സെപ്പറേറ്റായിട്ട്, ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. പിന്നെ ബുക്കുകളുടെ ഒരു ഇതാണ്. എൻ്റെ ഒരു ഷെൽഫിലുണ്ടായിരുന്ന അത്ര ബുക്സും ഒരിക്കൽ ചെതലരിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഉള്ളതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചു. പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞു വീട് പൂട്ടി നമ്മൾ തിരിച്ചു വരികയാണ്. ഇനി ഒരു ദിവസം കൂടെ, 1-2 ദിവസം കൂടെ നീറ്റാക്കാനുണ്ട്. അപ്പോൾ അന്നേ ദിവസമുള്ള ഞാൻ അധികം പോകത്തില്ല അവിടെ. 1-2 ദിവസങ്ങളിൽ പോയ ദിവസമാണ് ഇതെല്ലാം എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊടിയടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാ കാര്യം. അങ്ങനെ ഞങ്ങൾ ബൈ പറഞ്ഞ് ഇറങ്ങി. പിന്നെ ഹസ്ബൻഡ് പോകും അവിടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക്, ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിലും വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് പോകും. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം ഉടനൊന്നും ഇത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതിവിടെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആക്ച്വലി അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു വർഷത്തോളം ആയി കാണും കേട്ടോ. അവറായി
ആ സമയത്തിന് എൻ്റെ ഹസ്ബൻഡ് അവരുടെ നാട്ടിലേക്ക് അവരുടെ സ്ഥലം എന്തോന്നോ വൃത്തിയാക്കാനും മറ്റു കാര്യങ്ങൾക്കും ചേച്ചിയുടെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തിനാണ് ഞാനിത് കൊടുത്തിട്ട് നീറ്റാക്കി. ഇത് അച്ഛൻ്റെ വെറ്റില പാത്രം, ആ കാലൊക്കെ ഉള്ളത് അങ്ങനെ വെറ്റിലയും അടയ്ക്കയും ഒക്കെ വയ്ക്കുന്ന ഇതാണ് പാത്രമായിരുന്നു. ഇത് അമ്മയുടെ അരി ഇട്ട് അടച്ചു വയ്ക്കുന്ന പാത്രം. ഇത് ഞങ്ങളുടെ പാൽപാത്രം. എങ്ങനെയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സെറ്റാക്കി ഇനി വയ്ക്കണം ഇതെല്ലാം. ഇതിൽ വിളക്കുകളൊഴികെ മറ്റ് സാധനങ്ങൾ, ആ പ്ലേറ്റ്സ്, തൂക്കുപാത്രങ്ങൾ, ഇതൊന്നും തന്നെ ഡബിൾ കോട്ടിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വീട്ടിൽ. ഇപ്പം പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. പൂജ എന്തെങ്കിലും ടൈമിന് എടുക്കാമല്ലോ അത്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വിളക്കുകൾ മാത്രം വേറെ ഉണ്ടല്ലോ കത്തിക്കാൻ ആവശ്യത്തിന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതെല്ലാം ഇങ്ങനെ വെറുതെ പൊടി അടിച്ചിരിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനൊന്ന് ട്രയൽ ചെയ്തെന്നേ മാത്രമേ ഉള്ളൂ. ഇതിൻ്റേതായിരിക്കാൻ സാധ്യതയില്ല. പക്ഷി കരഞ്ഞു. എന്താണ് പക്ഷി തിരിച്ചാണോ കറങ്ങേണ്ടതെന്ന് ഞാൻ നോക്കട്ടെ. ഫിറ്റാവുന്നില്ല. കിഴക്കുണരും പക്ഷി. ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചാണെന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്, ആ ഭാഗം ഷേക്ക് ആവുന്നുണ്ട്. ഒരു മിനിറ്റ് പോസ് ചെയ്യണേ. കറക്റ്റ് ആയല്ലോ. അത് ശരിയാക്കിയല്ലേ? വെരി ഗുഡ്. താങ്ക് യു മൈ ഡിയർ സൺ. അല്ല അത് സാരമല്ല വിഷ്ണു, അത് ശരിയാക്കും. കറക്റ്റാ, ഡയറക്ഷൻ കറക്റ്റാകും. ആക്ച്വലി അച്ഛനൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അമ്മയും അങ്ങനെ തന്നെയാണ്. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും അച്ഛനും ഒക്കെ ഇതാണ്ട് കണ്ടില്ലേ, ഈ പാത്രങ്ങളൊന്നും ഇനി ഒന്നും, പാത്രങ്ങളല്ല വിളക്കുകളും അത്, പാത്രങ്ങൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു കോട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. അതെല്ലാം വിളക്കുകളൊക്കെ ശരിക്കും ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഇതിനു മുമ്പേ ഇത് ഇങ്ങനെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കലും ചെയ്യാത്തത്. അച്ഛനൊന്നും അമ്മയും അങ്ങനെ തന്നെ അതിനൊന്നും ഇനിഷ്യേറ്റീവ് എടുക്കാത്തത്. അപ്പോൾ നമ്മൾക്കേ ആയുസ് കുറവാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇതെല്ലാം വെച്ച് കാത്തിരിക്കുന്നത്? കുട്ടികൾക്കാർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എടുത്ത് തന്നെ അന്ന് മുമ്പേ ഞാൻ പറയുമായിരുന്നു, ഒരു വിളക്ക് പോലും എടുത്ത് കഴുകാൻ പറ്റില്ല, എന്തൊരു വെയിറ്റാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇനിയുള്ള കുട്ടികൾ ആരും തന്നെ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പം അത് ഭംഗിയായിട്ട് ഇരുന്നോട്ടെ. അവർ 2 വർഷത്തിലൊരിക്കലും 3 വർഷത്തിലൊരിക്കലൊക്കെ ഇതുപോലെ കോട്ട് ചെയ്തിട്ട് വയ്ക്കുമ്പോഴത്തേക്കും കാണാനൊരു സുഖമുണ്ട്. ഇനിയും ഉണ്ട് പാത്രങ്ങൾ. അപ്പം അതെല്ലാം ഇങ്ങനെ ചെയ്തു വയ്ക്കാം എന്ന് വിചാരിക്കുന്നു ഞാനും. ആദ്യം അതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഒരു വീഡിയോ ആയി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.